അല്ല, അവർ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, ഈ അക്രമ സംഭവങ്ങൾ നടത്തിയത് ഞങ്ങളെ ആൾക്കാരല്ല, അത് പുറമേ നിന്ന് വന്ന ആൾക്കാരാണ്, അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല എന്ന്. അതായത് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി തടസ്സപ്പെടുത്തുക, സമ്മതമില്ലാതെ ജാഥ നടത്തുക, പിന്നെ നിരോധനാജ്ഞ ലംഘിക്കുക, ഇതൊക്കെയാണ് സമരം. അല്ലാണ്ട് പൊതുമുതൽ നശിപ്പിക്കുക, പോലീസുകാരെ ആക്രമിക്കുക, മാധ്യമപ്രവർത്തകയോട് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, ഇതൊന്നും സമരമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾക്കെതിരെയുള്ള കേസുകളൊന്നും പിൻവലിക്കാൻ സാധ്യമല്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അതിഗുരുതരമായ സ്വഭാവമുള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന, പോലീസുകാരെയും മറ്റു ആൾക്കാരെ ആക്രമിക്കുന്ന കേസുകളൊന്നും അങ്ങനെ പിൻവലിക്കാൻ സാധ്യമല്ല. പക്ഷേ CJP പ്രവർത്തകർക്കെതിരെയുള്ള നിരോധനാജ്ഞാ ലംഘനം, സമ്മതമില്ലാണ്ട പ്രകടനം നടത്തുക, റോഡ് തടസ്സപ്പെടുത്തുക, ഇതൊക്കെ പിൻവലിക്കും. ഇങ്ങനത്തെ ഒരു കേസും ഉണ്ടാവില്ല. പിന്നെ പട്നയിലും പിന്നെ ബംഗാളിലൊക്കെ നടന്നത് വലിയ അക്രമ സംഭവങ്ങളാണ്. അതിൽ CJPക്കാരൊന്നും അല്ല, അതൊക്കെ RJDക്കാർ, തൃണമൂൽ കോൺഗ്രസ്സുകാരാണ്. അവർ വലിയ സംഘടിതമായ രീതിയിൽ വന്ന് അക്രമം കാണിച്ചതാണ്. അത് അവിടുത്തെ സർക്കാർ അവിടുത്തെ നിയമപ്രകാരം കേസെടുക്കും. അത് അവിടുത്തെ കാര്യമാണ്. അതും ഡൽഹി സമരമായിട്ട് ബന്ധമില്ല. ഒരു ഡൽഹി സമരത്തിന്റെ പേരിൽ RJDയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ തെരുവിലിറങ്ങിയതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതോ? പോലീസിന്റെ ഭാഗത്ത് AK-47 തോക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ബീഹാറിൽ. RAF ഡൽഹിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. അത് SOPക്ക് വിരുദ്ധമായിട്ടാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് എന്ന് സീമ ധുനിയ, ഈ RAFന്റെ മേധാവി തന്നെ അവരോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുക, AK-47 ഉപയോഗിക്കുക, വനിതകളുടെ മുഖത്ത് അടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത പോലീസുകാർക്കോ അവർക്കിതൊന്നും ബാധകമല്ലേ? അല്ല അഭിലാഷേ, ഈ ഞാനും നിങ്ങൾ സംസാരിക്കുന്നത് കേരളത്തിനല്ലേ? ഇവിടുത്തെ DGP ആരാ? രവത ചന്ദ്രശേഖരല്ലേ? കൂത്തുപറമ്പ് 5 പേരെ വെടിവെച്ച് കൊന്ന കേസിൽ രവത ചന്ദ്രശേഖരൻ്റെ രക്തത്തിന് വേണ്ടി CPM ദാഹിച്ചിരുന്നില്ലേ? അന്ന് രവത ചന്ദ്രശേഖരനെതിരെ FIR ഇട്ട് സുപ്രീം കോടതി വരെ നടത്തിച്ചില്ലേ? ഇപ്പോൾ എന്തായി? അതേ രവത ചന്ദ്രശേഖരനെ മാർക്സിസ്റ്റുകാർ കേരളത്തിലെ DGP ആക്കിയില്ലേ? അപ്പോൾ ഈ രാജ്യത്ത് സമരം ചെയ്യാൻ പോയാൽ പോലീസുകാരടിക്കും, പോലീസുകാർ കണ്ണീർവാതം ഉപയോഗിക്കും. അക്രമാസക്തമായ സമരം ചില സാഹചര്യങ്ങളിൽ വെടിവെപ്പൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഈ രാജ്യത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർ ഇന്ന് വരെ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അവരത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാ. അന്ന് ഏത് രവത ചന്ദ്രശേഖരൻ്റെ രക്തത്തിന് വേണ്ടിയാണോ CPM ദാഹിച്ചത്, ആ രവത ചന്ദ്രശേഖരനെ അതേ CPM പിടിച്ചിട്ട് DGP ആക്കി. അവർക്ക് വേണേൽ വേറൊരാളെ ആക്കാമായിരുന്നു, പക്ഷേ അയാളെ തന്നെ ആക്കി. അപ്പോൾ ഇതൊക്കെ പോലീസിനെതിരെ പരാതികൾ ഉണ്ടാവും. അതിന് പോലീസ് കമ്മീഷനുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്, പോലീസ് കമ്മീഷനുണ്ട്. ആ കമ്മീഷനിൽ പരാതി കൊടുക്കണം. പോലീസ് അട്രോസിറ്റീസ് കമ്മീഷനുണ്ട്, അവിടെ പരാതി കൊടുക്കണം. സ്വകാര്യ ന്യായം ഫയൽ ചെയ്യാം, കോടതിയിൽ പോകാം, സർക്കാരിന് വേണമെങ്കിൽ അന്വേഷണ കമ്മീഷനെ വെക്കാം. അതൊക്കെ ഈ രാജ്യത്ത് നടക്കും. അതല്ലാതെ സമരം ചെയ്യാൻ പോയാൽ അടി കിട്ടൂല, അല്ലെങ്കിൽ ലാത്തിചാർജ് കിട്ടാൻ പാടില്ല, കണ്ണീർവാതകം കിട്ടാൻ പാടില്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഞാൻ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. സമരം ചെയ്യാൻ പോകാണ്ട കേസ് പ്രതിയായിട്ട് 6 കൊല്ലം നടന്നവരാണ് ഞാൻ അന്ന് പോയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ 12ാം പ്രതിയായി 6 കൊല്ലം നടക്കേണ്ടി വന്നു. ഇതൊക്കെ രാജ്യത്ത് സ്വാഭാവികമാണ്. ഇതൊക്കെ കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിലൊന്നും വലിയ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇതൊക്കെ അതിന് പോംവഴികളുണ്ട്. ആ പോംവഴികൾ തേടുക. ശരി, ഓക്കെ. VP ശ്രീ പത്മനാഭൻ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു കീഴടങ്ങലാണ്. അത് അനിവാര്യമാക്കിയ ഘടകം എന്താണ്? അത് സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കണ്ടിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഒരു തലമുറയെ ആകെ തന്നെ എതിർപക്ഷത്ത് നിർത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് പുതിയ ജനറേഷനും സർക്കാരും തമ്മിലുണ്ട്. പ്രത്യേകിച്ച് 15നും 25നും ഇടയ്ക്ക് പ്രായമുള്ള യുവാക്കൾക്കിടയിലുണ്ട്. അത് അഡ്രസ് ചെയ്യണമെന്ന് സർക്കാർ വിചാരിക്കുന്നുണ്ടാകും സ്വാഭാവികമായും. BJPയെ പിന്തുണയ്ക്കുന്ന വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ പ്രധാനമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിക്കുന്നത് അലോസരപ്പെടുത്തുന്നുണ്ടാവും തീർച്ചയായും. അപ്പോൾ ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് പരിഹരിക്കാനാണ് എങ്കിൽ പറഞ്ഞ വാക്കെല്ലാം പാലിക്കുകയല്ലേ വേണ്ടത്? സാങ്കേതികത്വം പറഞ്ഞ് ആ കേസാണ് ഈ കേസാണെന്ന് പറഞ്ഞ് വീണ്ടും ആ സമൂഹത്തെ ശത്രുപക്ഷത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ലല്ലോ. അല്ല അഭിലാഷ, ഞാൻ ഉത്തരം പറയാം. അതിന് മുന്നേ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഇവിടെ CIA സമരത്തിൻ്റെ പറ്റിയിട്ട് സമ്പത്ത് സാറ് പറഞ്ഞു. എൻ്റെ പൊന്നു സമ്പത്ത് സാറെ, കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മുനിസിപ്പൽ കൗൺസിലറെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചു. എന്താ ചെയ്തറിയോ? അയാൾ കുറച്ച് ആൾക്കാർ CIA സമരത്തിൻ്റെ ഭാഗമായി അൻകിത് ശർമ്മ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ കുത്തിക്കൊന്ന് ശവം തോട്ടിലേക്ക് എറിഞ്ഞു. ഇതാണോ CIA സമരം? ഡൽഹിയിൽ നടന്നത് ഇതാണ്. ആരെ ശിക്ഷിച്ചറിയോ? ആം ആദ്മി പാർട്ടിൻ്റെ കൗൺസിലർ താഹിർ ഹുസൈനെ. പിന്നെ താങ്കളിപ്പോൾ വലിയ പോലീസിനെ നിയന്ത്രിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ കരിങ്കൊടി കാണിച്ചതിന് അവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതാണ് കഷ്ടം. അവരെ കയ്യിൽ ആകെയുള്ളത് കറുത്ത തുണിയാണ്. അവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം പിണറായി വിജയൻ്റെ ഇടവും വലവും നിന്ന് അയാളെ സംരക്ഷിക്കേണ്ട ഗൺമാൻമാർ പോയി പേപ്പട്ടിയെ തല്ലും പോലെ തല്ലിയിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് നടന്നവരല്ലേ നിങ്ങൾ ഇപ്പോഴും അഭിപ്രായം മാറ്റിയിട്ടുണ്ടോ? ഇനി അതും പോട്ടെ, അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ട് റിപ്പോർട്ട് കൊടുത്തപ്പോൾ നിങ്ങളെ കണ്ണിലുണ്ണിയായ ADGP അത് മുക്കിയിട്ട് ഇപ്പൊ സസ്പെൻഷൻ വാങ്ങിയിരിക്കുക. ഇപ്പോഴും നിങ്ങൾ അതിനെ ന്യായീകരിച്ച് നടക്കുകയല്ലേ? നിങ്ങൾ വേണം ഇതൊക്കെ പറയാൻ. പിന്നെ കോൺഗ്രസ്സുകാരാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്നതിന് ഒരു പ്രധാന കാരണം ശബരിമല വിഷയമല്ലേ?
ശബരിമല വിഷയത്തിൽ സമരം ചെയ്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങുക. നിങ്ങളുടെ സർക്കാർ വന്നിട്ട് എത്ര ദിവസമായി? ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ പിൻവലിച്ചോ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018-19 കാലത്ത് എത്ര കൊല്ലായി അറിയാം? സെഷൻസ് കോടതി ഞാൻ വന്നാൽ കാണിച്ചു തരാം. കോഴിക്കോട് മാറാട് സ്പെഷ്യൽ കോടതിയിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. 5-6 കേസിൽ ഇന്നും ആളുകൾ കഴിഞ്ഞ 6-7 വർഷമായി നടക്കുക. നിങ്ങളെ അധികാരത്തിലേറ്റാൻ സഹായിച്ച വിഷയമാണ്. ഒരു കേസ് പോലും നിങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഇനി അതും പോട്ടെ, കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലേക്ക് BJP ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ പങ്കെടുത്ത BJPയുടെ വനിതാ പ്രവർത്തകരുടെ മുഖത്ത് പോലീസ് അടിച്ചില്ലേ? നിങ്ങൾ വല്ല നടപടി എടുത്തോ? നോക്കൂ, ഇതൊക്കെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പോലീസിന്റെ സ്വഭാവം ഒന്നാണ്. പോലീസ് സംവിധാനത്തിന്റെ സ്വഭാവം ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ BJP കുറ്റം പറഞ്ഞിട്ടുള്ളത് ഇത് പരിഹരിക്കാൻ പറ്റൂല. അത് നടക്കാത്ത കാര്യം. BJPയുടെ പോലീസ് ഒന്നല്ല. ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാരൊന്നല്ല ഡൽഹിയിൽ ഇരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 12 കൊല്ലമായിട്ട്. അതിന്റെ മുന്നേ റിക്രൂട്ട് ചെയ്ത ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. ഷീലാ ദീക്ഷിത് ഭരിക്കുമ്പോഴും മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴൊക്കെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്നും ഒരു പാർട്ടിക്ക് ഒരു പോലീസില്ല. പോലീസിന് ഒരു പൊതു സ്വഭാവമുണ്ട്, നിയമത്തിന് സ്വഭാവമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ കേസുകൾ പിൻവലിക്കാൻ പാടില്ല. പിൻവലിക്കണമെങ്കിൽ അടികിട്ടിയാളെ പെർമിഷൻ വേണം. ആരുടെ വാഹനമാണോ തകർത്തത് അയാളുടെ പെർമിഷൻ വേണം. ഒരാളുടെ വാഹനം, ഒരു ഡിപ്പാർട്ട്മെന്റ് വക വാഹനം തകർത്തിട്ടുണ്ടെങ്കിൽ ആ തകർത്ത ഡിപ്പാർട്ട്മെന്റിന് സമ്മതം കൊടുക്കാൻ പറ്റുമോ? ഒരു സ്വകാര്യ വ്യക്തിക്ക് സമ്മതം കൊടുക്കുക, ഡിപ്പാർട്ട്മെന്റിന് സമ്മതം കൊടുക്കാൻ പറ്റുമോ? ഒരു പോലീസുകാരന്റെ തലതല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് എനിക്ക് കേസ് വിഡ്രോ ചെയ്യുന്നതിന് വിരോധമല്ല എന്ന് പറയണം. അത് അയാൾക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം. കാരണം അത് വ്യക്തിപരമായ പേഴ്സണൽ ഇഞ്ചുറിയാണ്. ഇതൊക്കെയാണ് വിഷയം. പിന്നെ അഭിലാഷ് പറയുന്നു ഞങ്ങൾ കീഴടങ്ങി. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഈ മറ്റേ എന്താ പറയാ, നമ്മുടെ അണ്ണാ ഹസാരെ സമരം ചെയ്യാൻ പോയപ്പോ ഈ UPA സർക്കാരിന് ആരെങ്കിലും സംസാരിക്കാൻ പോയോ? ഒരാൾ സംസാരിക്കാൻ പോയോ? ഞങ്ങൾ കർഷക സമരത്തിന് സംസാരിക്കാൻ പോയി. അവസാനം കർഷകർ പിടിവാശിയായപ്പോൾ നരേന്ദ്രമോദി കർഷക നിയമം പിൻവലിച്ച് അവരോട് ക്ഷമ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ സംസാരിക്കാൻ പോയി. ഞങ്ങളുടെ മന്ത്രിയുടെ കൈയോട് സൂപ്പ് വാങ്ങി കുടിച്ചിട്ടാണ് വാങ്ങിച്ചുക്ക് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ അവരോട് അങ്ങോട്ട് സംസാരിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു മന്ത്രിയുടെ വീട്ടിൽ വരില്ല, ന്യൂട്രൽ വെന്യൂവിന് വേണം. ആയിക്കോട്ടെ, അവിടെയും പോയില്ലേ? ഒരു മന്ത്രി അല്ലെ, അന്ന് പ്രണബ് കുമാർ മുഖർജിയെ പോലുള്ള വളരെ പക്വമതിമാരായ മന്ത്രിമാരാ മന്ത്രിസഭയിലുണ്ട്. ഒരാൾ അണ്ണാ ഹസാരയോട് സംസാരിക്കാൻ പോയോ? നിങ്ങൾ ആരെങ്കിലും പോയോ? ആശാ വർക്കർമാരോട് സംസാരിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൽ ആരെങ്കിലും പോയോ? ഒരാൾ പോയോ? ആശാ വർക്കർമാർ നിങ്ങളെ അവരെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ചെയ്ത് നടന്നാലല്ലേ? അപ്പൊ ഇതൊന്നും BJP പഠിപ്പിക്കണ്ട. ഞങ്ങൾ എപ്പോഴൊക്കെ ആരൊക്കെ സമരത്തിന് വന്നോ അവരായി സംസാരിക്കാനും സെറ്റിൽ ചെയ്യാനും പോയവരാ, സെറ്റിൽ ചെയ്തവരാ. ഞങ്ങൾ അവരെ മുന്നിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സെറ്റിൽ ചെയ്തവരാ. പക്ഷേ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല. അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ്. അത് ആർക്കും പിൻവലിക്കാൻ പറ്റില്ല. കാരണം അത് ഇപ്പൊ ഇന്നിപ്പോ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്. വിജയ് TVKയുടെ വിജയ് കരൂരിൽ അയാൾ പോയപ്പോൾ ഉണ്ടായ സ്റ്റാമ്പേഡിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുത്തു, സർക്കാർ ജോലി. മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് പോയി മരിച്ചവർക്ക് എങ്ങനെയാ ഗവൺമെന്റ് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു, റദ്ദാക്കി. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അങ്ങനെയൊന്നും പിൻവലിക്കാൻ പറ്റില്ല. ആർക്കാണോ പരിക്ക് പറ്റിയ, ആർക്കാണോ നഷ്ടം സംഭവിച്ച അവരെ പെർമിഷൻ വേണം. നടക്കുന്ന കാര്യം അതൊക്കെ. സമരം ചെയ്ത കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഴി തടസ്സപ്പെടുത്തുക, സമ്മതമില്ലാണ്ട് പ്രകടനം നടത്തുക, നിരോധനാജ്ഞ ലംഘിക്കുക, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സാധ്യമല്ല, നിയമ സംവിധാനം അനുവദിക്കുന്നില്ല.